വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് മീഷോ ഹോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറെ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്, കുറെ ടോപ്സ് നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഹ്യൂജ് മീഷോ ഹോളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കോഡ്സെറ്റ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു കോഡ്സെറ്റ് ആണ്. സോ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും അതിന്റെ സ്ലീവ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസം തോന്നി. സ്റ്റൈൽ ചെയ്തിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ഇത് വന്നിട്ട് ഭയങ്കര ലെങ്തി അല്ല, ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു സൈഡിൽ സ്ലിറ്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ്. സ്ലീവ് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ലൂസ് കൈൻഡ് ഓഫ് ഒരു സ്ലീവിലാണ് വരുന്നത്. ഓക്കെ, കണ്ടോ? ഇങ്ങനെയുള്ള സ്ലീവ് ആണ്. ഫുൾ ഒരു ഫ്ലോറൽ, ഒരു ലൈറ്റ് പിങ്കിൽ ഡാർക്ക് ഫ്ലവേഴ്സ് ഫ്ലോറലായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഒലീവ് ഗ്രീൻ ഹിജാബ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാൻ്റ് ആണെങ്കിലും നല്ല ലൂസിലാണ് പാൻറ്റും വന്നിട്ടുള്ളത്. സോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലൂസിൽ വന്നിട്ട് ഈ ഒരു പട്ടിയല പോലെ വരുന്ന ഒരു പാൻറ്റാണ്. എൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് പ്ലേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പട്ടിയല ടൈപ്പിൽ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. സോ ആ ഒരു രീതിയിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ്. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നെക്ക് പറഞ്ഞിടാം. നെക്ക് അത്യാവശ്യം ചെറുതായിട്ട് ഒരു വി നെക്കാണ് വന്നത്. ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇന്നർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഇന്നർ ഇട്ട് കൊടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ് എടുത്തിട്ടുള്ളത്. XXL എനിക്ക് കുഴപ്പമില്ല, എനിക്ക് XL മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ XXL എന്തുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തതെന്ന് അറിയില്ല. അല്ലാതെ ഞാൻ ഷർട്ട് ഡ്രസ്സിനാണ് കൂടുതലും XL ചൂസ് ചെയ്യാറ്. എന്തോ മാറിപ്പോയിട്ടാണ് XXL ചൂസ് ചെയ്തിട്ടുള്ളത്. സോ വലിയ ലൂസായിട്ടും തോന്നുന്നില്ല. അപ്പം നിങ്ങളെ നോർമൽ സൈസ് എടുത്താൽ മതിയാവും. അത് മതി കേട്ടോ, അങ്ങനെ ചുരുങ്ങുന്ന മെറ്റീരിയൽ ഒന്നുമല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് 500 സംതിങ് എങ്ങാനാണ് പ്രൈസ് വരുന്നത്. എന്തായാലും ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതാ കാണിക്കുന്ന ഡ്രസ്സൊക്കെ ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന്. എനിക്കറിയില്ല. നമ്മൾ റീൽസും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ നോക്കട്ടെ. ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഷോർട്ട് വീഡിയോസിന് നമുക്ക് ലിങ്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് ഷോർട്സ് ത്രൂ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. പക്ഷേ ഞാനിനി നോക്കട്ടെ. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. സോ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഇവിടെയൊക്കെ ഫുൾ മെസ്സായിരിക്കാണ്, നോക്കണ്ട. കാരണം ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ബെഡിൽ നമ്മൾ കിടന്നുറങ്ങാറൊന്നുമില്ല. ഈ ഒരു റൂം എൻ്റെ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ മാത്രമാണ്. അപ്പോൾ ഫുള്ളിങ്ങനെ മെസ്സായിരിക്കും. ഓക്കെ, എനിക്കെല്ലാതെയും ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു വെളിച്ചമുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഷൂട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വൃത്തിയാക്കാൻ നിൽക്കാഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഇത് വന്നിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. വൈറ്റ് പാൻറ്റും അതേപോലെ തന്നെ ബ്ലൂ ജീൻസും ഒക്കെ തന്നെ നല്ല ഭംഗിയിൽ മാച്ച് ആവുന്ന ഒരു ഡ്രസ്സാണ്. സോ ഇതാണ് ഇതിൻ്റെ നെക്ക്. ഇങ്ങനെ വി നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് നെക്കാണ്. ജസ്റ്റ് ഒരു വൈറ്റ് ഇന്നർ ഇട്ട് കൊടുത്താൽ മതി. വൈറ്റ് ഒരു ബ്ലൂ ഇന്നർ ഇട്ട് കൊടുത്താൽ മതി. വൈറ്റ് മതിയാവും. പിന്നെ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ്. എൻഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ളൊരു സ്ലീവാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രിൻ്റാണ്, അടിപൊളി കേട്ടോ. ഇതിന് ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഉണ്ട്, കാരണം അടിപൊളിയാണ്. ഇതിൻ്റെ വേറെയും ഒരു കളറും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത് മറ്റേതൊരു പീച്ച് ഷെയ്ഡാണെന്ന് തോന്നും. പീച്ച് ഓർ പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ കുറച്ചുകൂടി ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. എനിക്ക് തോന്നുന്നു XXL എടുത്താൽ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയേനെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കുറച്ചധികം ഞാൻ വിചാരിച്ചതിലും കുറച്ച് ഷോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സോ സൈഡിലെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളതെന്ന്. സോ XXL എടുത്താൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല.
സോ ലെങ്ത് കൂടും, അത് ചില ഡ്രസ്സിനെ സംബന്ധിച്ചായിരിക്കും ലെങ്ത് കൂടുന്നതും കുറയുന്നതും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് റിട്ടേൺ ചെയ്യാൻ തോന്നുന്നുമില്ല, എന്നാൽ കുറച്ചധികം ഷോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ലൂസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വെയർ ചെയ്യാനും എനിക്കിഷ്ടമാണ്. സോ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം. നിങ്ങൾക്ക് ഈ ഷോർട്ട് ഡ്രസ്സ് ഇടുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ലൂസ് പാൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡ്രസ്സാണ്. ജസ്റ്റ് 300 320 അങ്ങനെ എന്തോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ചില സമയത്ത് 200 സംതിങ്ങിനും ഈ ഒരു ഡ്രസ്സ് കാണാറുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നെക്കിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു സീക്വൻസി വർക്ക് പോലെയും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ക്വാളിറ്റി അടിപൊളി. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കോഡ് സെറ്റാണ് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പാൻറ്, യെസ്, ഇത് ഒരു കോഡ് സെറ്റാണ്. ഇത് പാൻറ്, ഇത് ടോപ്പ്. ഇതുപോലത്തെ ഒന്ന് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വേറെയും 2 കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്. വേറെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇത് കോളർ നമ്മളെ ഷർട്ടിൻ്റെ കോളർ പോലെയാണ് വരുന്നത്. പിന്നെ നെക്ക് ചെറുതായി ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു ബലൂൺ 3/4 ഒരു ബലൂൺ സ്ലീവായിട്ടാണ് ചെറുതായിട്ടൊരു പ്ലീറ്റഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു സ്ലീവാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. വലിയൊരു കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല, ബട്ട് ചിലർക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 300 സംതിങ്ങിനാണ് ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. പിന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. ഒരു പാരലൽ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല ലൂസായിട്ട് ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ആ ഒരു എലാസ്റ്റിക്കിൻ്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. പ്രൈസ് പറഞ്ഞു. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ കഴിഞ്ഞത് എടുത്തതും XXL എന്നാണ്. സോ XXL ആണ് എനിക്ക് കംഫർട്ടബിൾ. സോ നിങ്ങൾ ഒരു സൈസ് ആ ഒരു എലാസ്റ്റിക് വരുന്നത് കൊണ്ടാണ് ഒരു സൈസ് കൂട്ടിയിട്ടെടുക്കുക. എന്നാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. സോ സൈസ് ഒന്ന് കൂട്ടിയിട്ടെടുക്കുക. സോ ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇതിൻ്റെ സെയിം കളർ തന്നെ ഞാൻ ഇതും ട്രൈ ചെയ്തിട്ടുണ്ട്. യെസ്, ഈ ഒരു കളറും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതും സെയിം പറയണമെന്ന് ഉണ്ടെന്ന് തോന്നില്ല. സെയിം അതിൻ്റെ തന്നെയാണ്. ആ ഒരു നെക്ക് പ്ലീറ്റഡ് ആണ്. സ്ലീവ് നമ്മൾ നേരത്തെ മറ്റതിൻ്റെത് പറഞ്ഞു. പിന്നെ ഫുൾ പാരൽ ഫിറ്റിൽ വരുന്ന ഒരു പാൻറ്റാണ്. ഓക്കെ, ഇതും സൈസ് സെയിം ആണ്. ഈ ഒരു കളറാണെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാ കാണിച്ചാൽ ഈ 2 കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയില്ല കേട്ടോ, 4 കളേഴ്സാണ് വരുന്നത്. 4 നമ്മൾ ട്രൈ ചെയ്തു. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഇതൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ബ്ലാക്കിൽ ഇങ്ങനെ ഫുൾ ഒരു യെല്ലോ റെഡ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. ഒരു കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. വലിയ കുഴപ്പമില്ല. 200 സംതിങ് എങ്ങാനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് എൻഡിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് ഇടാൻ കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജോ വാട്ട്, ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ടിട്ട് ക്ലിപ്പ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ലാർജാണ് സൈസ്. ഇനി ഇട്ടിട്ട് എന്താണ് അവസ്ഥ എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഇതെന്താ ലാർജ് വന്നതെന്ന് അറിയില്ല. ഞാൻ XL ഓർ XXL ആയിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാവാം. XXL ആയിരിക്കും കൂടുതലും. ഷോർട്ട് ആയതുകൊണ്ട് XXL ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ലാർജാണ് വന്നിട്ടുള്ളത്, അറിയില്ല. ഇട്ടിട്ട് എനിക്കിത് ഫിറ്റിംഗ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ അങ്ങനെ കേട്ടോ. അതിൻ്റെ പ്രൈസ് 200 സംതിങ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ സൈസ് അനുസരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ് കാണിക്കുന്നത്. ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. സോ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തന്നെ ഈ ഒരു ബ്ലൂ ഒരു പ്രിൻറ്റിന് പകരം റെഡ് വരുന്നത് ഒരു പ്രിൻറ്റിലും കൂടി അവൈലബിൾ ആണ്. സോ 2 ഷെയ്ഡ്സാണ് വരുന്നത്. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു ബെൽറ്റും വരുന്നുണ്ട്. പക്ഷെ ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നില്ല. ബെൽറ്റ് ഇട്ടിട്ടും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഫിറ്റിംഗ് വന്നിട്ട് കുറച്ചൊരു
ലൂസ് ഫിറ്റിലാണ് ഇത് വരുന്നത്. സോ എക്സൽ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഷർട്ട് ഡ്രസ്സ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ലൂസ് പിക്ചറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ ഞാൻ XXL എടുക്കാതെ എക്സൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ എക്സൽ തന്നെ എനിക്ക് കുറച്ച് നല്ലൊരു ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ നോർമൽ സൈസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു സൈസ് ബാക്കിലോട്ട് എടുത്താലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനിങ്ങനെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ബെൽറ്റാണ് വരുന്നത്. സോ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ബെൽറ്റ് ഞാൻ എന്തായാലും ഞാൻ സൈഡ് സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് കാണിച്ചിട്ടില്ല, ബട്ട് ഇത് രസം ഉണ്ടാവും. ഓക്കെ, ഇതൊരു ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലോസർ ഷോട്ട് കാണിക്കാം. പിന്നെ ഇതിൻ്റെ നെക്ക് ഷർട്ടിൻ്റെ ആ ഒരു നെക്കിലാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ്സിലാണ് വരുന്നത്. ഓക്കെ, ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടും. അതിനോട് ഓരോന്നിച്ച് പറയണമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ. കോട്ടൺ പ്യുവർ കോട്ടൺ അല്ല, ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് ഈ ഒരു പ്രാവശ്യം. ഇതിൽ കുറച്ച് കാഷ്വലായിട്ട് വരുന്ന ടോപ്സ് കാണിച്ചു തന്നു, കോഡ് സെറ്റ്സ് കാണിച്ചു തന്നു. സോ ഒരു ഹ്യൂജ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലും കൂടുതലുള്ള തന്നെ നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് വലിയൊരു ഹ്യൂജ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ എൻ്റെ ഈ ഒരു ഹിജാബ് സ്റ്റൈല് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ വീണ്ടും ഇതിടുമ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ഹിജാബ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിജാബ്സ് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ചെയ്യണമെന്ന്. ഒഴിവില്ല, ഓരോ തിരക്കും കാര്യവും. പിന്നെ നമ്മളെ ഓരോ വേറെ വീഡിയോ വരും, ശരിക്കും അത് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ പോയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.